അരുണിമ 2021 പിണറായി സർക്കാർ പുറത്തിറക്കിയിരുന്ന പ്രകടന പത്രികയിൽ അവരിപ്പോൾ പറയുന്നത് 900 വാഗ്ദാനങ്ങളിൽ 97% നടപ്പിലാക്കിയെന്നാണ്. ആ പ്രോഗ്രസ് റിപ്പോർട്ട് കണ്ടിരുന്നത്. എന്താണ് ഇതിൽ പറയാനുള്ളത്? സത്യം പറഞ്ഞ ശ്രീജിത്ത്, എനിക്കത് കണ്ടിട്ട് ചിരിയടക്കാൻ സാധിക്കുന്നില്ല. ഇപ്പൊ നമ്മുടെ ഈ പോഡ്കാസ്റ്റിന്റെ വിഷയം ഇതാണെന്ന് പറയുമ്പോൾ കൂടി ഇതിനെക്കുറിച്ചൊക്കെ സംസാരിച്ച് ഇനിയും വായിലെ വെള്ളം വറ്റിക്കാന്നല്ലേ പറയാൻ പറ്റുള്ളൂ. ലേശമെങ്കിലും ഉളുപ്പുണ്ടെങ്കിൽ അദ്ദേഹം ഇത് പറയില്ല. എനിക്ക് തുടക്കം തന്നെ പറയാനുള്ളത്, കേന്ദ്രത്തിന്റെ പദ്ധതികളെ സ്റ്റിക്കർ മാറ്റി ഒട്ടിച്ച് പിണറായിയും മരുമോനും ചിരിച്ചു നിൽക്കുന്ന പടത്തിന്റെ സ്റ്റിക്കറാണ് ഇവിടെ നമുക്ക് എല്ലാം കാണാൻ സാധിക്കുന്നത്. അരിയിലും അതുപോലെ തന്നെ ഉപ്പുതൊട്ട് കർപ്പൂരം എന്ന് പറയുന്ന പോലെ നമുക്ക് നൽകുന്ന അരിയിലും കിറ്റിലും എല്ലാം ഇദ്ദേഹം 32 പല്ലും കാട്ടി ചിരിച്ചു നിൽക്കുന്ന ഫോട്ടോ നമ്മൾ കാണുന്നുണ്ട്. ഇതടക്കം കേന്ദ്രം നൽകുന്നതാണ്. അപ്പോൾ ഇത്രത്തോളം നാണവും മാനവും ഇല്ലാത്ത ആൾക്കാരെ സ്വന്തം നൽകാത്ത സാധനങ്ങളെ അതിന്റെ ക്രെഡിറ്റ് തട്ടിയെടുക്കാൻ വേണ്ടി ശ്രമിക്കുകയുള്ളൂ. ഒരു സാധനം പോലും ഈ 97% എന്നാണ് ഇദ്ദേഹം പറയുന്നത്. അതിൽ 1% പോലും ഇടതിൻ്റെതില്ല, അവർ നൽകിയതില്ല. ഇവിടെ ചോദിച്ചോട്ടെ, ഈ 97% എന്ന് പറയുന്നുണ്ട്, എന്താണ് നടപ്പിലാക്കിയത്? എന്താണ് നമ്മുടെ കേരളത്തിൽ എന്ത് വികസനമാണ് വന്നിട്ടുള്ളത്? മനസ്സിലാവുന്നില്ല. ഇദ്ദേഹം പറയുന്നത് 5 ലക്ഷത്തിൽ പരം പിന്നെ ലൈഫ് മിഷൻ പദ്ധതിയിൽ വീടുകൾ തയ്യാറാക്കി എന്നാണ് പറയുന്നതിൽ ആദ്യത്തെ ഒന്ന്. പിന്നെ അദ്ദേഹം പറയുന്നതാണ് അതിദാരിദ്ര്യമുക്തമായി എന്നതാണ് ഏറ്റവും പ്രധാനം എന്ന് പറയുന്നു. നമുക്ക് ഈ അതിദാരിദ്ര്യമുക്തത്തിൽ നിന്ന് തന്നെ ആരംഭിക്കാം. കേന്ദ്ര സർക്കാർ നമ്മുടെ ഇന്ത്യയൊട്ടാകെ അതിദാരിദ്ര്യമുക്തമാക്കാനായി ഒട്ടേറെ പദ്ധതികൾ, ആയുഷ്മാൻ ഭാരത് തുടങ്ങി ഉജ്ജൽ യോജന, അത്തരത്തിൽ ഒട്ടേറെ പദ്ധതികൾ അദ്ദേഹം നടപ്പിലാക്കിയിട്ടുണ്ട്. അദ്ദേഹമല്ല, കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയതിന്റെ ഭാഗമായിട്ട് ഇന്ത്യ ഒട്ടാകെ അതിദാരിദ്ര്യമുക്തമാകാൻ ഏറെ പരിശ്രമിച്ചിട്ടുണ്ട്. അതിൽ ഒരു ഭാഗം മാത്രമാണ് കേരളം. അല്ലാതെ കേരളത്തിൽ മുക്തമാക്കാൻ വേണ്ടിയിട്ട് ഈ പറയുന്ന പിണറായി സർക്കാർ നടപ്പിലാക്കി എന്ന് പറയുന്ന, അതായത് അതിദാരിദ്ര്യമുക്തമാക്കണമെങ്കിൽ ഒന്നാമത് പെൻഷൻ ആയിരിക്കും. പെൻഷൻ കുടിശ്ശിക എത്രത്തോളം വന്നു എന്ന് ഈ 2 തുടർഭരണത്തിൽ നിന്ന് തന്നെ നമ്മൾ കണ്ടതാണ്. പെൻഷൻ വാങ്ങാൻ വേണ്ടി കാത്തു നിൽക്കുന്ന ഒട്ടേറെ കുടുംബങ്ങൾ, അതായത് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് കുടുംബങ്ങൾ നമ്മുടെ കേരളത്തിലുണ്ട്. പെൻഷൻ തുക എത്രയാണ്? 2500 രൂപ. പ്രതിമാസം 2500 രൂപ ഒരു വലിയ തുകയായി കാണേണ്ട ഒരു കുടുംബം ഉണ്ടെങ്കിൽ അവർ അതിദാരിദ്ര്യമുക്തമായിട്ടുള്ള ഒരു കുടുംബമായിരിക്കുമോ? 2500 രൂപ എന്ന് പറയുന്നത് നമുക്ക് ഒരു മാസം നമുക്ക് ജീവിക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു തുകയല്ല. മീൻസ് ആ 2500 രൂപ കൊണ്ട് നമുക്ക് ഒന്നും ചെയ്യാൻ സാധിക്കില്ല, അല്ലെ? എന്നാൽ ഈ 2500 രൂപ അത്രത്തോളം വലിയൊരു തുകയായി കാണുന്ന ഒരു കുടുംബം ഉണ്ടെങ്കിൽ അവർക്ക് ആ തുക അത്രത്തോളം വലുതാണെങ്കിൽ അവർ ഒരിക്കലും ദാരിദ്ര്യത്തിൽ നിന്നും മുക്തമായിട്ടില്ല. അവരെപ്പോഴും ദാരിദ്ര്യം അവർക്ക് വളരെ ഒരു വലിയ വിഷയമാണ്. മരുന്ന് വാങ്ങാൻ, അരി വാങ്ങാൻ നെട്ടോട്ടമോടുന്ന കുടുംബങ്ങളാണ് ഈ പെൻഷൻ തുകയ്ക്കായി കാത്തു നിൽക്കുന്നത്. ഇത്തരത്തിൽ പെൻഷൻ തുക കൈപ്പറ്റുന്ന കേരളത്തിൽ എത്ര കുടുംബങ്ങളുണ്ട്, എത്ര വയോജനങ്ങൾ, എത്ര വിധവകൾ ഉണ്ട്? അപ്പോൾ അത് അവിടെ തന്നെ പൊളിഞ്ഞു വീണിരിക്കുകയാണ്, അല്ലെ? അതുപോലെ ഞാനൊന്ന് ചോദിക്കട്ടെ, ഇപ്പൊ ഈ ലൈഫ് മിഷൻ പദ്ധതിയിൽ 5 ലക്ഷം വീടുകൾ വെച്ചു കൊടുത്തെന്നാണ് സർക്കാർ പറയുന്നത്. അപ്പൊ ഇവർ ഈ കേരളത്തിലൊന്നും അല്ലേ ജീവിക്കുന്നത്? നമുക്ക് ഈ കേരളത്തിലൂടെ യാത്ര ചെയ്യുമ്പോൾ മനസ്സിലാവും ഇവിടെ വീടില്ലാതെ എത്രയോ ആളുകൾ ഇന്നുണ്ട്. അപ്പം 5 ലക്ഷം എന്നൊക്കെ പറയുന്നത് എവിടെ? അത് കാണാനില്ല. നമുക്ക് ഈ പ്രകടന പത്രികയിൽ മാത്രമുള്ള വാഗ്ദാനം മാത്രമാണത്. അത് മാത്രമല്ല, ഈ പറയുന്ന ലൈഫ് മിഷൻ പദ്ധതി ഇത് ഒരിക്കലും കേരളത്തിന്റെ മാത്രം സ്വത്തല്ല. കേന്ദ്രത്തിൽ നിന്ന് വിഹിതം കിട്ടാതെ ലൈഫ് മിഷൻ ഇവിടെ സാധ്യമാകില്ല. ഇവിടെ ലൈഫ് മിഷൻ വീട് നൽകുന്നത് തന്നെ കടമെടുത്തിട്ടാണ്, കിഫ്ബി വഴിയാണ്, അല്ലെങ്കിൽ കേന്ദ്രം നൽകുന്ന പണത്തിൽ നിന്നാണ്. അല്ലാതെ ഇവിടെ എന്താണ് ഇപ്പോൾ വരുമാനമായിട്ടുള്ളത്? ഈ പറയുന്ന ലൈഫ് മിഷൻ പദ്ധതിയിലേക്ക് വരുമ്പോൾ അതിൽ 75,000 മുതൽ 1.5 ലക്ഷം രൂപ വരെ കേന്ദ്രത്തിന്റെ ഫണ്ടാണ്. അതിന്റെ ബാക്കി തുകയാണ് കേരളത്തിൽ നിന്നും നൽകുന്നത്. അതൊരിക്കലും ഇവിടുത്തെ ഈ പറയുന്ന പിണറായി വിജയന്റെ കുടുംബ സ്വത്തല്ല. അത് നമ്മുടെ പണമാണ്, നമ്മുടെ നികുതി പണം. കടമെടുത്ത് ആ കടം ഭാവിയിൽ അടച്ചു തീർക്കേണ്ടത് നമ്മളാണ്, അല്ലാതെ ഇദ്ദേഹമല്ല, ഇദ്ദേഹത്തിന്റെ കുടുംബമോ അല്ല. ഇദ്ദേഹത്തിന്റെ കുടുംബം നന്നായിട്ടുണ്ട്. ആ കാര്യത്തിൽ മാത്രം ഞാൻ ഉറപ്പിച്ചു പറയാം, ഈ പറയുന്ന 2 തുടർഭരണം കൊണ്ട് പിണറായി വിജയന്റെയും റിയാസിന്റെയും കുടുംബം വളരെ മെച്ചപ്പെട്ട രീതിയിൽ അദ്ദേഹത്തിന്റെ 10ഓ 20ഓ തലമുറകൾക്കുള്ള വരുമാനം അദ്ദേഹം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, സ്വത്ത് അദ്ദേഹം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതേസമയം നമ്മളെ കേരളത്തില് വരും തലമുറയെ വലിയൊരു കടക്കിണിയിലാക്കി മാറ്റിയിരിക്കുകയാണ്. അപ്പോൾ അതെ, 4.5 ലക്ഷം കോടി കടമാണ് നമ്മുടെ കേരളത്തിന്റെ നിലവിലുള്ളത്. 4.5 ലക്ഷത്തിൽ പരം, അതായത് 5 ലക്ഷം 6 ലക്ഷം കോടിയുടെ അടുത്തുണ്ട്. ഇതെല്ലാം ഇദ്ദേഹത്തിന്റെ സംഭാവനയാണ്. ഇക്കാര്യത്തിൽ നല്ല വികസനം ഉണ്ടായിട്ടുണ്ട്. കറണ്ട് ബില്ലിന്റെ അതുപോലെ തന്നെ സെസ്, ഇത്തരത്തിൽ കെട്ടിട നികുതി, ഇത്തരത്തിൽ ഒട്ടേറെ കാര്യത്തിൽ നല്ല വികസനം ഉണ്ടായിട്ടുണ്ട്. അത് സത്യമാണ്. അതുപോലെ തന്നെ ഇപ്പോഴും ഇവരെല്ലാവരും കൊട്ടിഘോഷിക്കുന്ന ഒരു കാര്യമാണ് പെട്രോൾ വില. കേരളത്തിൽ ഇന്ന് 105 പോയിന്റ് സംതിങ് ആണ്, അല്ലെ? കേരളം കടന്നു കഴിഞ്ഞാൽ
പുറം സംസ്ഥാനങ്ങളിൽ പെട്രോൾ വില എന്ന് പറയുന്നത് 80 മുതൽ 90 രൂപ വരെയൊക്കെ ഉള്ളൂ പെട്രോൾ ഡീസൽ വില. അത് കേരളം എന്തുകൊണ്ട് ആ കാര്യത്തിലൊന്നും ഇവിടെ ആരും സംസാരിക്കുന്നില്ല? സംസ്ഥാനത്തിന്റെ നികുതി കാരണമാണ് ഇവിടെ 105 രൂപ. അതിനി കൂടിയാലേ ഉള്ളൂ, കുറയില്ല. അല്ലെങ്കിൽ ഇവിടെയുള്ള ഈ നികുതി പണം മാറ്റാൻ അത് ആ ഒരു നികുതിയും ഇവരുടെ വരുമാനമാണ്. അതായത് നമ്മളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ട് ആ പെട്രോളിന്റെയും നികുതി ഇവരുടെ വരുമാനമാണ്. അപ്പോൾ ഇക്കാര്യത്തിലൊന്നും ഇവിടെ ഈ പറയുന്ന പിണറായി വിജയന് യാതൊരു മറുപടിയുമില്ല. ഇനി അടുത്തതായിട്ട് പറയാനുള്ളത് 12 സ്മാർട്ട് റോഡുകളാണ് നമ്മുടെ തിരുവനന്തപുരത്ത് നടപ്പിലാക്കിയത്. ഇതിന്റെയും ക്രെഡിറ്റ് തട്ടാൻ വേണ്ടിയിട്ട് പിണറായി മരുമോനും വളരെ വലിയ രീതിയിൽ ഒരുപാട് പരിശ്രമിച്ചിരുന്നു. അപ്പോൾ ഈ പറയുന്ന സ്മാർട്ട് സിറ്റി റോഡുകളും കേന്ദ്രവിഹിതമാണ്. ഇതിന്റെ 1-ാം ഘട്ടം പൂർത്തിയാക്കാൻ കേരള സർക്കാരിന് സാധിച്ചിരുന്നില്ല. അതും ഈ പറയുന്ന കേന്ദ്ര സർക്കാർ ഇനിഷ്യേറ്റ് ചെയ്താണ് ഈ ഒരു കാര്യവും നടപ്പിലാക്കിയത്. അതുപോലെ തന്നെ നമ്മുടെ തലസ്ഥാന നഗരി, കേരളത്തിന്റെ തലസ്ഥാന നഗരിയാണ് തിരുവനന്തപുരം എന്ന് പറയാൻ മടിച്ചിരുന്ന ഒരു സമയമായിരുന്നു നമുക്ക്. ഇന്ന് അവിടെ ഭരണം മാറി കോർപ്പറേഷൻ BJP പിടിച്ചെടുത്തപ്പോഴാണ് നമുക്ക് അക്കാര്യത്തിലും ഒരു സമാധാനം വന്നത്. അതായത് ഇപ്പോൾ തിരുവനന്തപുരം ഇപ്പോൾ മോടി പിടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ ഒട്ടേറെ പ്രശ്നങ്ങൾക്ക് ഇപ്പോൾ പരിഹാരം വെറും 3-4 മാസമേ ആയിട്ടുള്ളൂ അവിടെ BJP കോർപ്പറേഷനിൽ ഭരണം പിടിച്ചിട്ട്. ഈ 4 മാസം കൊണ്ട് അവിടെ ഉണ്ടായ മാറ്റം നമ്മൾക്ക് അത്ഭുതപ്പെട്ടു പോകും. അതാണിനി നമുക്ക് കേരളത്തിലും കാണേണ്ടത്. ഒരു മാറ്റം നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. ഇതോടെ നമ്മൾക്ക് അവസാനിച്ചിട്ടില്ല. ഇത്തരത്തിൽ കേന്ദ്രത്തിന്റെ ഒട്ടേറെ പദ്ധതികൾ, ഇപ്പൊ ഞാൻ പറഞ്ഞു അരിയിൽ പോലും സ്റ്റിക്കർ മാറ്റി ഒട്ടിക്കുന്നത്, റോഡ് വികസനത്തിലും ഈ ഒരു സ്റ്റിക്കർ മാറ്റി ഒട്ടിക്കുന്നത്, അത് നമ്മളുടെ NH-66ന്റെ പിന്നെ നിർമ്മാണ സമയത്തുണ്ടായ തകരാറിൽ ഹൈവേനെ NH-നെ കുറ്റം, നാഷണൽ ഹൈവേ കുറ്റം പറഞ്ഞുകൊണ്ട് ഇവിടെ ഒട്ടേറെ പ്രശ്നങ്ങൾ നമ്മൾ കണ്ടതാണ്. എന്നാൽ അതിന് തൊട്ടു മുമ്പ് ഈ പറയുന്ന തിരുവനന്തപുരം മുതൽ കന്യാകുമാരി വരെ നീണ്ടു നിവർന്ന് കിടക്കുന്ന നാഷണൽ ഹൈവേയുടെ ക്രെഡിറ്റ് തട്ടാനായി അദ്ദേഹത്തിന്റെ മരുമകൻ കാണിച്ച തത്രപ്പാട് നമ്മൾ കണ്ടതാണ്. ഈ പറയുന്ന തിരുവനന്തപുരം തൊട്ട് കാസർഗോഡ് വരെ എത്ര ഫ്ലക്സുകളാണ് ഇവർ അടിച്ചു വെച്ചിരുന്നത്. എന്നാൽ എന്ന് ഈ ഒരു നാഷണൽ ഹൈവേ തകർന്നു വീണോ അന്ന് ആ ഫ്ലക്സുകൾ എടുത്ത് ഓടുന്ന ഓട്ടമാണ് നമ്മൾ കണ്ടത്, അല്ലെ? പിന്നീട് ആ തകർന്നു വീണ ശേഷം അവിടെ ആ ഫ്ലക്സുകളുടെ പൊടി പോലും നമുക്ക് കാണാൻ സാധിച്ചിട്ടില്ല. അതാണ് ഇവിടുത്തെ കേരള സർക്കാരിന്റെ ഗുണം എന്ന് പറയുന്നത്. അതായത് പദ്ധതി നടപ്പിലാക്കിയാൽ അത് കേരള സർക്കാരിന്റെ, അതിലെന്തെങ്കിലും പിഴവ് സംഭവിച്ചാൽ അത് കേന്ദ്രത്തിന്റെ. ഇതാണ് ഇന്നത്തെ ഇവിടുത്തെ കേരളത്തിന്റെ അവസ്ഥ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ പറയുന്ന, ഞാൻ ശ്രീജിതനോട് ഒരു ചോദ്യം ചോദിക്കട്ടെ, ഈ 2 തുടർഭരണത്തില് എന്തെങ്കിലും ഒരു പദ്ധതി നമ്മുടെ കേരള സർക്കാർ നടപ്പിലാക്കിയതായിട്ട് കണ്ടിട്ടുണ്ടോ? ഒറ്റ പദ്ധതിയെങ്കിലും? എന്റെ അറിവിൽ അങ്ങനെ ഇല്ല. കാരണം കേന്ദ്രത്തിന്റെ പദ്ധതികളാണ് കേരളത്തിൽ അധികവും നടപ്പിലാക്കിയിട്ടുള്ളത്. ഈ പറഞ്ഞ പോലെ കേന്ദ്രത്തിന്റെ പദ്ധതി എന്താണോ അത് കേരള സർക്കാർ തങ്ങളുടേതാക്കി മാറ്റാനേ ശ്രമിച്ചിട്ടുള്ളൂ. അല്ലാതെ നമുക്ക് കേരളത്തിൽ വേറൊരു വികസനവും കേരള സർക്കാർ കൊണ്ടുവന്നിട്ടില്ല. ഇവർക്ക് പിന്നെയും പറയാനുള്ളത് ഇപ്പോൾ ചൂരൽമല പുനരധിവാസ പദ്ധതിയാണ്. ആ പുനരധിവാസ പദ്ധതിയിൽ പോലും എത്രയോ വീടുകൾ ഇപ്പോഴും താമസയോഗ്യമായിട്ടില്ല എന്ന് പറഞ്ഞ ആ കുടുംബങ്ങൾ കരയുന്ന കാഴ്ചയാണ് നമ്മൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടത്. എന്നാൽ ഒരു മാസം മുമ്പ് ഈ പുനരധിവാസത്തിന്റെ ഉദ്ഘാടനം പൂർത്തിയാക്കി താക്കോൽദാന കൈമാറ്റവും നടത്തി. അതിന് ഒട്ടേറെ പബ്ലിസിറ്റി കണ്ടു. എന്നാൽ ഈ കുടുംബങ്ങളുടെ കണ്ണീരിന് യാതൊരു വിലയും നമുക്ക് കാണാൻ സാധിച്ചിട്ടില്ല. ഇതിനെക്കുറിച്ചൊന്നും ഈ പറയുന്ന മുഖ്യമന്ത്രിക്ക് ഒന്നും പറയാനില്ല. അപ്പോൾ ഈ പറയുന്ന PR വർക്കുകൾ മാത്രമാണ് കേരളത്തിലെ സർക്കാരിന്റെ പവർ എന്ന് പറയുന്നത്. അല്ലാതെ ഈ PR വർക്കുകൾ ഇല്ലാതെ, ഈ PR സ്റ്റണ്ട് ഇല്ലാതെ കേരളത്തിലെ ഒരു ഭരണത്തിൽ എന്താ പറയുക, അവർക്ക് ഉയർത്തിക്കാട്ടാനായി യാതൊന്നുമില്ല. അവരുടെ കയ്യിലുള്ളത് കൈകൾ കാലിയാണ്. അവർക്ക് വികസനം എന്ന് പറയാൻ യാതൊന്നുമില്ല. ഇപ്പോഴും ഈ 10 വർഷത്തിന് ശേഷവും 10 വർഷത്തിന് മുമ്പുള്ള ആ ഒരു ബെവ്കോയും ലോട്ടറിയും മാത്രമാണ് കേരള സർക്കാരിന്റെ വരുമാനം. അല്ലാതെ അതിനപ്പുറത്തേക്ക് ഇന്നും ഒന്നും സാധ്യമായിട്ടില്ല.